വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. എന്നാൽ ഈ അഭ്യർത്ഥനയ്ക്കെതിരെ നിരവധി വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു എന്ന് ഇടതുപക്ഷം ആരോപിച്ചിരുന്നു. അക്കൂട്ടത്തിൽ പലർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ സംവിധായകനും റിയാലിറ്റി ഷോ താരവുമായ അഖിൽ മാരാരുടെ പേരിലും കേസെടുത്തിരുന്നു. അഖിൽ മാരാരുടെ പേരിലടക്കം 14 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം റൂറൽ, എറണാകുളം സിറ്റി, എറണാകുളം റൂറൽ, കൊല്ലം സിറ്റി, തൃശൂർ സിറ്റി എന്നിവിടങ്ങളിലും പാലക്കാട്, വയനാട്, മലപ്പുറം എന്നിവിടങ്ങളിലുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റിയിൽ 4ഉം എറണാകുളം സിറ്റിയിലും പാലക്കാട്ടും 2 വീതവും, കൊല്ലം സിറ്റി, എറണാകുളം റൂറൽ, തൃശൂർ സിറ്റി, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം റൂറൽ എന്നിവിടങ്ങളിൽ 1 വീതവും കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള 194 പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടെത്തിയിരുന്നു. അത്തരം പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന് നോട്ടീസും നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള പ്രചാരണങ്ങൾ നിരീക്ഷിക്കുന്നതിന് സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. ഇത്തരത്തിൽ പോസ്റ്റുകൾ നിർമ്മിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കിയതോടെ ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള പോസ്റ്റുകൾ നിർമ്മിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നതിനാലും പലരും പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെതിരായ പ്രചാരണങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടെന്നാണ് മന്ത്രി VN വാസവൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷമെന്ന പോലുള്ള ചിലരാണ് ഇതിന് പിന്നിൽ. ഇത് ഒറ്റപ്പെട്ട പ്രചാരണങ്ങളാണ്. ഫേസ്ബുക്ക് പോസ്റ്റോ അഭിപ്രായ പ്രകടനങ്ങളോ നടത്തി അവർ സംതൃപ്തി അടയട്ടെയെന്നും മന്ത്രി പറഞ്ഞു. ആരും ആരെയും പ്രേരിപ്പിക്കാതെയാണ് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നത്. പെൻഷൻ കിട്ടിയ 1 ലക്ഷം രൂപയുമായി ഒരു സ്ത്രീ വന്നിരുന്നുവെന്നും ഇത് ഒരു വികാരമാണെന്നും സംസ്കാരവും സാമൂഹിക ബോധവുമുള്ള എല്ലാവരും വയനാടിനെ കൈപിടിച്ചുയർത്താനുള്ള സഹായങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞ മന്ത്രി നാട് കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ജാതിമത രാഷ്ട്രീയ വ്യത്യാസം ഒന്നുമില്ലാതെ നാടൊന്നാകെ ഓടിയെത്തുകയാണെന്നും പറഞ്ഞു. പ്രളയത്തിന്റെ സമയത്തും കോവിഡിന്റെ സമയത്തും ഈ ഒരുമ നമ്മൾ കണ്ടതാണ്. നാടിന്റെ ഈ ഒരുമയെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം അഖിൽ മാരാർക്കെതിരെയുള്ള പോലീസ് കേസാണ് ഏറെ വിവാദമായത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പോലീസ് നടപടിയെടുത്തത്. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് അഖിൽ മാരാരുടെ പേരിൽ കേസെടുത്തത്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താൽപ്പര്യമില്ലെന്നായിരുന്നു അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പകരം താൻ വീടുകൾ വെച്ച് നൽകുമെന്നും അഖിൽ പറഞ്ഞു. കേസെടുത്തതിന് പിന്നാലെ വീണ്ടും കേസ് മഹാരാജാവ് നീണാൾ വാഴട്ടെ എന്നെഴുതിയ പോസ്റ്റും അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതിനെതിരെയും അനുകൂലമായും പ്രതികൂലമായും നിരവധി പ്രചാരണങ്ങൾ വരുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം വിശദമായ മറ്റൊരു പോസ്റ്റും അഖിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിയെയും തനിക്കെതിരെ കേസെടുക്കണമെന്ന് പോസ്റ്റിട്ട എഴുത്തുകാരൻ NS മാധവനെയും നിശിതമായി വിമർശിക്കുന്നുമുണ്ട്.